സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, ദൈവത്തോടുകൂടെ നിത്യകാലം സ്വർഗത്തിൽ വസിക്കുവാൻ അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. ദൈവം നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ചെങ്കടൽ കടന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലെത്തിയപ്പോൾ നന്ദിയോടെ അവർ ദൈവത്തെ സ്തുതിച്ചു. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പിടിയിൽ നിന്ന് യേശു നമ്മെ രക്ഷിച്ചു. അവിടുത്തെ വിശുദ്ധ രക്തം കൊണ്ട് നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. നരകയോഗ്യരായ നമ്മെ സ്വർഗയോഗ്യരാക്കി തീർത്തു. ദൈവത്തിൻ്റെ ക്രോധത്തിന് നാം യോഗ്യരായിരുന്നു, അത്രമാത്രം പാപം ചെയ്തു. അങ്ങനെയുള്ള നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു യേശുക്രിസ്തു വഴി. പിതാവായ ദൈവത്തിന് സ്തോത്രം, പുത്രനായ യേശുവിന് സ്തോത്രം, പരിശുദ്ധാത്മാവിന് സ്തോത്രം. ദൈവം നമുക്ക് അധരം തന്നു, ദൈവത്തെ സ്തുതിക്കുവാൻ അധരം തന്നു. ദൈവം നമുക്ക് കൈകാലുകൾ തന്നു, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പലതും പ്രവർത്തിക്കുവാൻ അവിടുന്ന് നമുക്കൊരു ശരീരം തന്നിരിക്കുന്നു. അതുകൊണ്ട് തിരുവചനം നമ്മോട് പറയുന്നു, അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവിൻ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ വായ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും നല്ല കാര്യം സൃഷ്ടാവായ കർത്താവിനെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവസ്തുതികൾ നിറഞ്ഞു നിൽക്കുന്നു. ചില തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ദൈവസ്തുതിയാണ് ഈ വാക്യങ്ങളിലെ ഉള്ളടക്കം. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ അന്തരംഗം കൊണ്ട് നാം കർത്താവിനെ സ്തുതിക്കണം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്, സൃഷ്ടാവാണ്, അവിടുന്ന് ദൈവമാണ്. സ്തുതിക്കും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സകലത്തിനും യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. ജീവനുള്ള ദൈവം, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ആ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് സ്തുതിയുടെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 22:4. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. സ്തുത്യൻ എന്ന് വെച്ചാൽ സ്തുതിക്ക് യോഗ്യൻ. ഗോഡ് ഈസ് വർത്തി ഓഫ് പ്രൈസ്. മനുഷ്യരെയല്ല സ്തുതിക്കേണ്ടത്, പ്രസ്ഥാനങ്ങളെയല്ല സ്തുതിക്കേണ്ടത്, നേതാക്കന്മാരെയല്ല ആരാധിക്കേണ്ടത്, സഭാ സംഘടനകളെയല്ല പൂജിക്കേണ്ടത്. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. പിതാവായ ദൈവം ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനാണ്. വെളിപ്പാട് 5-11 മുതൽ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1,000,000-ഉം ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്നു പറഞ്ഞു. ഇവർ പതുക്കെയല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? അവർ അത്യുച്ചത്തിൽ. സ്വർഗത്തിലുള്ള ആരാധന പതുക്കെയല്ല, അത്യുച്ചത്തിൽ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും
എന്നേക്കുമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. ആർക്കൊക്കെയാണ് മഹത്വവും സ്തോത്രവും ബഹുമാനവും മഹത്വവും ഉണ്ടാകേണ്ടത്? സിംഹാസനത്തിൽ ഇരിക്കുന്നവനും. ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്? പിതാവായ ദൈവം. കുഞ്ഞാടിനും. ആരാണ് കുഞ്ഞാട്? കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മളും പിതാവായ ദൈവത്തെയും സ്തുതിക്കണം, അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തുവിനെയും സ്തുതിക്കണം, ആരാധിക്കണം. യേശുക്രിസ്തുവിനെ മാത്രം സ്തുതിച്ച് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്നത് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സങ്കീർത്തനം 22-23. യഹോവ ഭക്തന്മാരെ, അവനെ സ്തുതിപ്പിൻ. യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ, അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിൻ്റെ സർവ്വസന്തതിയുമായുള്ളവരെ, അവനെ ഭയപ്പെടുവിൻ. ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ്, ഭയപ്പെടുന്നവനാണ്. മറ്റുള്ളവരോടും പറയുന്നു, നിങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ, സ്തുതിക്കുവിൻ. സഭാരാധന നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ പറയുന്നു, എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവിൻ. അങ്ങനെ പറയുന്നത് വചനാനുസൃതം തന്നെയാണ്. നമ്മളിവിടെ കൊച്ചു മീറ്റിംഗ് നടത്തുമ്പോൾ എല്ലാവരോടും സ്തുതിക്കാൻ പറയുന്നു. അങ്ങനെ പറയുന്നത് വചനപ്രകാരം തന്നെയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ഒരുവൻ മറ്റുള്ളവരോടും പറയുന്നു, വരൂ, നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, വരുവിൻ, വണങ്ങി അവിടുത്തെ നമസ്കരിക്കാം. കുടുംബത്തിൽ അപ്പൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ മക്കളോടും ഭാര്യയോടും പറയുന്നു, വരുവിൻ, നമുക്കൊരുമിച്ച് കർത്താവിനെ പ്രകീർത്തിക്കാം. സങ്കീർത്തനം 22-23. യഹോവ ഭക്തന്മാരെ, അവനെ സ്തുതിപ്പിൻ. യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ, അവനെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിൻ്റെ സർവ്വസന്തതിയുമായുള്ളവരെ, അവനെ ഭയപ്പെടുവിൻ. സങ്കീർത്തനങ്ങൾ 50-23. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രം അതൊരു യാഗമാണ്, ബലിയാണ്. സ്തോത്രം എന്ന് നമ്മൾ വാകൊണ്ട് പറയുവാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? വായ തന്നവനെ സ്തുതിക്കുവാൻ വല്ല തടസ്സവും ഉണ്ടോ? നമ്മുടെ വായ കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിലും ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം വായ തന്ന ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. എന്തിനാണ് കുറേ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാര്യമുണ്ടോ? തീർച്ചയായിട്ടും കാര്യമുണ്ട്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നതിനേക്കാളും ഉപരിയായി എന്ത് നന്മയാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുക? അതുകൊണ്ട് സ്തോത്രം പറയുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു ബോധ്യമുണ്ടായിരിക്കണം. ഞാൻ സ്തോത്രം പറയുക വഴി മനുഷ്യരെയല്ല മഹത്വപ്പെടുത്തുന്നത്, ഏതെങ്കിലും ക്രിസ്തീയ നേതാക്കന്മാരെയല്ല മഹത്വപ്പെടുത്തുന്നത്, അവരെയൊന്നും മഹത്വപ്പെടുത്താൻ പാടില്ല. ഞാൻ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുമ്പോൾ എൻ്റെ കർത്താവിനെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത്. മറ്റുള്ളവർ എന്തെങ്കിലും പറയട്ടെ, ഞാൻ പറയുന്ന സ്തോത്രത്തെ അവർ പരിഹസിക്കുന്നുണ്ടാകും. എന്തിനാ ഇത്ര ഉറക്കെ പറയുന്നത്? എന്തിനാണ് എപ്പോഴും സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പല കമൻറ്റുകൾ അവർ പറയട്ടെ, നാം അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ല. നാം ഒറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി.
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യത്തിൽ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഇനി സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ തോന്നിയ പോലെ നടക്കാൻ പറ്റില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ തോന്നിയ പോലെ നടക്കാൻ പാടില്ല. നടപ്പിനെ, ജീവിതത്തെ ക്രമപ്പെടുത്തണം. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി വന്നു. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ആരാധന സ്വീകരിച്ചു. ആരാധനയ്ക്ക് യോഗ്യനാണ് പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 തൊട്ട്. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരൂശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽക്കാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. പതുക്കെയല്ല പറഞ്ഞത്, ആർത്തു പറഞ്ഞു. ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. ഹാലേലൂയ, 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 സ്തോത്രം. എബ്രായ ലേഖനം 13-ാം അധ്യായം 13 തൊട്ട്. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. 12 തൊട്ട് വായിക്കുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നും കൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ക്രിസ്തു പാളയത്തിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. നമ്മോട് പറഞ്ഞിരിക്കുന്നു, നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ക്രിസ്തു പീഡകളേറ്റു, സ്വന്തം രക്തം ചിന്തി. അങ്ങനെയാണ് നാം വീണ്ടെടുക്കപ്പെട്ടത്. ക്രിസ്തു ക്രൂശിലെ പീഡകൾ അനുഭവിക്കുവാൻ മനസ്സ് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും പാപമോചനമോ സ്വർഗരാജ്യ പ്രവേശനമോ ലഭ്യമാകുമായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ രക്തം വഴി പാപമോചനം പ്രാപിച്ച നമ്മൾ ഒരു നാളിൽ സ്വർഗരാജ്യത്തിലെത്തും. സ്വർഗരാജ്യമാണ് നമ്മുടെ നിത്യഭവനം. ഇവിടെ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന നഗരം ഇല്ല. ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ നിലനിൽക്കുന്ന നഗരത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനിരിക്കുന്നവർ ഈ ഭൂമിയിൽ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ക്രിസ്തുനാമം നിമിത്തം നിന്ന ഏൽക്കുക. രണ്ടാമത്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നമ്മളൊക്കെ വല്ലപ്പോഴും അർപ്പിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അധരഫലം എന്ന സ്തോത്രയാഗം. ഇവിടെയും സ്തോത്രത്തെ യാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തെ ഹൃദയത്തിൽ സ്തുതിച്ചാൽ പോരെ. ചുണ്ടനക്കാതെ, ശബ്ദമൊന്നും പുറപ്പെടുവിക്കാതെ സ്തുതിച്ചാൽ പോരെ. തീർച്ചയായും ഹൃദയത്തിലും സ്തുതി ഉണ്ടായിരിക്കണം. അധരങ്ങൾ ചലിപ്പിക്കാതെയും ശബ്ദം പുറപ്പെടുവിക്കാതെയും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യാത്ര ചെയ്യുമ്പോൾ,
പരസ്യമായി ഉറക്കെ സ്തുതിക്കുവാൻ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. ഒരു കടയിൽ കയറിയാൽ ഉറക്കെ സ്തോത്രം എന്ന് പറയുവാൻ, ഹല്ലേലൂയ എന്ന് പറയുവാൻ സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ എന്നാൽ അപ്പോഴൊക്കെ നമുക്ക് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ ഹൃദയം കൊണ്ട് സ്തുതിച്ചാൽ മാത്രം പോരാ, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ചിലർ പറയും, ഞാൻ ഹൃദയത്തിൽ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാം, എന്നാൽ അധരം കൊണ്ടും സ്തുതിക്കണം. അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കണം. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചു? ഇന്ന് എത്ര സ്തോത്രം പറഞ്ഞു ദൈവത്തോട്? ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ എത്ര സ്തോത്രം പറഞ്ഞു? ഓരോ സ്തോത്രവും ഓരോ യാഗമാണ്. എത്ര അധരഫലം എന്ന സ്തോത്രയാഗം നാം ഒരു ദിവസം അർപ്പിക്കുന്നുണ്ട്? ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. 96-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവിൻ. എന്നും ഒരേ പാട്ടല്ല, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവിൻ. മറ്റാരെങ്കിലും എഴുതിയ പാട്ട് പാടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് തന്നെ പാട്ട് എഴുതി കർത്താവിനെ സ്തുതിക്കാം. നമുക്കറിയാവുന്നതുപോലെ ദൈവത്തെ സ്തുതിക്കാം. ഇനി പാട്ടെഴുതാൻ പറ്റുന്നില്ല എങ്കിൽ സ്തോത്രഗീതങ്ങൾ മറ്റുള്ളവർ എഴുതിയത്, തീർച്ചയായിട്ടും വചനപ്രകാരമുള്ള ഗീതങ്ങൾ നമുക്ക് പാടാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. 1-2 പേരല്ല. ചിലപ്പോൾ ചില ചർച്ചകളിൽ ആരാധനയ്ക്ക് നാം ചെന്നു കഴിഞ്ഞാൽ 3-4 പേർ, പ്രത്യേകിച്ച് സഹോദരിമാരായിരിക്കും പാട്ടുപാടുന്ന കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കുന്നത്. മറ്റു സഹോദരന്മാർ വളരെ മൗനം പാലിച്ചിരിക്കും. പല കാരണങ്ങൾ അതിനുണ്ടായിരിക്കാം. ചിലർക്ക് പാട്ടറിയുകയില്ല, പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പല ചർച്ചിലും. പിന്നെ മാത്രമല്ല, ചില ചർച്ചിൽ വലിയ സൗണ്ട് സിസ്റ്റമാണ്. സ്പീക്കറിൽ നിന്ന് ഭയങ്കര ശബ്ദം വരുമ്പോൾ ജനങ്ങൾക്ക് സാധാരണ അവരുടെ അധരം തുറന്ന് സ്തുതിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്പീക്കറിൽ നിന്ന് തന്നെ സഹിക്കാൻ പറ്റാത്തതിലും അധികം ശബ്ദം വരുന്നുണ്ടല്ലോ, അത് മതി എന്ന് വിചാരിച്ച് പലരും മൗനം പാലിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്ക് സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ. 1-2 പേരല്ല. 6-ാം വാക്യത്തിൽ ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. അടുത്തുകൂടാത്ത തേജസ്സിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. ആരാധനയ്ക്ക് യോഗ്യൻ. ഒരു വാക്കുകൊണ്ട് സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് അതേ വചനം കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ പിതാവായ ദൈവം. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ഏശയ്യ 24:14. അവർ ഉച്ചത്തിൽ ആർക്കും യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്ന് ഉറക്കെ ആർക്കും. അവർ ഉച്ചത്തിൽ ആർക്കും. സന്തോഷത്തോടെ പൂർണ്ണശക്തിയോടെ അവർ ഉച്ചത്തിൽ ആർക്കുന്നു. സങ്കീർത്തനങ്ങൾ 138:5. സങ്കീർത്തനങ്ങൾ 138:5. അതെ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും. യഹോവയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ. എണ്ണമില്ലാ ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന നാഥ, എണ്ണമില്ലാ ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന നാഥ. കെർബികളും സ്രാഫികളും പുകഴ്ത്തും മഹേശ,
കെർബികളും സ്രാഫികളും പുകഴ്ത്തും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തി തൻ മഹേശ, സ്തോത്രത്തിനു യോഗ്യനായ കീർത്തി തൻ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. മൂവുലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും, മൂവുലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും. നിൻ മഹത്വം വെളിപ്പെടും ആദിനം മഹേശ, നിൻ മഹത്വം വെളിപ്പെടും ആദിനം മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. എസെക്കിയേൽ 3:12. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു, യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നു ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പിറകിൽ കേട്ടു. 148 സങ്കീർത്തനം 8 തൊട്ട്. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും, പർവ്വതങ്ങളും സകല കുന്നുകളും, ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും, മൃഗങ്ങളും സകല കന്നുകാലികളും, ഇഴജന്തുക്കളും പറവജാതികളും, ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും, യുവാക്കളും യുവതികളും, വൃദ്ധന്മാരും ബാലന്മാരും, ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. ഇവരൊക്കെയും, യുവാക്കളാകട്ടെ യുവതികളാകട്ടെ വൃദ്ധന്മാരോ ബാലന്മാരോ ആകട്ടെ, ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്തം 16:25. 1 ദിനവൃത്താന്തം 16:25. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ. 145 സങ്കീർത്തനം 3 വാക്യം. 145 സങ്കീർത്തനം 3 വാക്യം. 145 സങ്കീർത്തനം 1 തൊട്ട്. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും, അവൻ്റെ മഹിമ അഗോചരവുമത്രേ, അവൻ്റെ മഹിമ അഗോചരമത്രേ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും, അവൻ്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. ഇതൊക്കെ ധ്യാനിച്ചാൽ മതി, വേണ്ടാത്ത കാര്യമൊന്നും ധ്യാനിക്കേണ്ട. നിന്റെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. ഇപ്പോൾ അത് മറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ പോയാൽ കർത്താവിൻ്റെ തേജസ് അതേപോലെ ദൈവമക്കൾക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
ഹാലേലൂയ. പുറപ്പാട് 15:11. ഇവിടെയെല്ലാം യഹോവ വലിയവൻ, യഹോവ വലിയവൻ, ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്സാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പുറപ്പാട് 15:11. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? നാം ആരാധിക്കുന്നത് ഒരു കുട്ടി ദൈവത്തെയല്ല, മനുഷ്യദൈവത്തെയല്ല, മറിയത്തെയോ പുണ്യാളന്മാരെയോ പ്രതിമകളെയോ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ജീവനില്ലാത്ത സ്വരൂപങ്ങളെയല്ല നമ്മൾ ആരാധിക്കുന്നത്. പിന്നെയോ ജീവനുള്ള ദൈവം, സകലർക്കും ജീവനും ശ്വാസവും കൊടുത്ത ഏകസത്യ ദൈവം. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യൻ ആർ? ഏശയ്യ 6:1 ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ദാനിയേൽ 2:19. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. നമ്മളും ദാനിയേലിനെ പോലെ ഇത് പറഞ്ഞു തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. യൂദ എഴുതിയ ലേഖനം 25-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യൂദ എഴുതിയ ലേഖനം 1:25. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ പിതാവായ ദൈവത്തെ ഒഴിവാക്കരുത്. യേശുക്രിസ്തുവിനെ മാത്രം ആരാധിച്ച് പിതാവായ ദൈവത്തെ ഒഴിവാക്കാൻ പാടില്ല. ഇവിടെ ലേഖനങ്ങളിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രവും ആരാധനയും. യൂദ എഴുതിയ ലേഖനം 1:25. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനു തന്നെ, ഇവിടെ പറയുന്ന ഏകദൈവം പിതാവായ ദൈവമാണ്, ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഒരു ദൈവദാസൻ പറഞ്ഞു, നമ്മൾ പാടുന്ന പാട്ടുകളിൽ അധികവും യേശുക്രിസ്തുവിന് മാത്രം ബഹുമാനവും സ്തുതിയും ആരാധനയും കൊടുത്തുകൊണ്ടുള്ള ഗീതങ്ങളാണ്.
പിതാവായ ദൈവത്തെ മിക്കവാറും ഒഴിവാക്കിയിരിക്കുന്ന സ്തുതിഗീതങ്ങളാണ് നമ്മൾ പാടുന്നത്. അത് ശരിയല്ല. ബൈബിളിൻ്റെ ഓർഡർ അങ്ങനെയല്ല. സങ്കീർത്തനങ്ങൾ 21:13 യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ദൈവമക്കൾ എത്ര ഭാഗ്യശാലികളാണ്! ജീവനുള്ള ദൈവത്തെ പാടി സ്തുതിച്ച് ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യം എത്ര വലിയതാണ്! ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ദൈവമക്കളുടെ ആരാധനയിൽ പാട്ടുണ്ട്, സ്തോത്രഗീതമുണ്ട്, ആരാധനയുണ്ട്. 50, 60, 70, 80, 90 വയസ്സായവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നു, പാട്ടുപാടുന്നു. എന്നാൽ രക്ഷയിലേക്ക് വരാത്ത മറ്റു പലരും വയസ്സായാൽ ഒരു പാട്ടും പാടാറില്ല. ചിലർ ചെറുപ്പകാലങ്ങളിൽ സിനിമാ പാട്ട് പാടാറുണ്ട്. കുറേ കഴിയുമ്പോൾ പാട്ടിനോടുള്ള താല്പര്യമൊക്കെ മരിച്ചു പോകുന്നു. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് മരണം വരെയും അവർ കർത്താവിനെ പാട്ടുപാടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മരിച്ച എത്രയോ ദൈവഭൃത്യന്മാർ ദൈവസഭയിലെ പല ഭക്തരും മരണസമയത്തും പാട്ടുപാടിക്കൊണ്ടിരുന്നു. പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് അവർ മരിച്ചു. 107 സങ്കീർത്തനം 8 വാക്യം, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇന്ന് പലരും അസ്വസ്ഥരാണ്. അവരുടെ സ്വഭാവം ശരിയല്ല, ഇവർ ശരിയല്ല, അവർ അങ്ങനെയുള്ളവരാണ്, ആ ശുശ്രൂഷകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുഷിഞ്ഞു പോകാറുണ്ട്, അസ്വസ്ഥരാകാറുണ്ട്. എന്നാൽ നാം ചെയ്യേണ്ടത് എന്താണ്? 107 സങ്കീർത്തനം 8 വാക്യം, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും. കർത്താവിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാനായി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. അവിടുത്തെ നന്മയാണ് നമ്മുടെ ധ്യാന വിഷയം. അവിടുത്തെ നന്മയാണ് നമ്മൾ പ്രസിദ്ധമാക്കേണ്ടത്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവമക്കളായ നമ്മളിൽ കർത്താവ് എത്ര വലിയ അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. 118 സങ്കീർത്തനം 1 വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എല്ലാവർക്കും ചേർന്ന് പറയാം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 136 സങ്കീർത്തനം 1 വാക്യം വായിക്കാം. 136 സങ്കീർത്തനം 1 വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എല്ലാവർക്കും ചേർന്ന് പറയാം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കൽ കൂടി, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വാക്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ നന്മയെ ചൊല്ലി സ്തുതിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർത്താവ് നല്ലവനാണ്, നന്മകളാൽ നിറഞ്ഞവനാണ്. മറിയമല്ല നന്മകളാൽ നിറഞ്ഞവൾ, കർത്താവാണ് നല്ലവനും നന്മകളാൽ നിറഞ്ഞവനും. ഒരു സൃഷ്ടിയെ നന്മകളാൽ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ അത് അന്യദൈവാരാധനയായി മാറുന്നു. ദൈവം ഒരുവൻ മാത്രമാണ് നല്ലവനും നന്മ നിറഞ്ഞവനും. മനുഷ്യർക്കൊക്കെ ഓരോ അപാകതകളുണ്ട്, വീഴ്ചകളുണ്ട്, കുറവുകൾ ഉണ്ട്. എന്നാൽ വീഴ്ചകൾ ഇല്ലാത്ത, കുറവുകൾ ഇല്ലാത്ത, അബദ്ധം പറ്റാത്ത, നന്മകളാൽ നിറഞ്ഞ ഒരുവൻ മാത്രം, സർവശക്തനായ ദൈവം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. മറിയം നന്മ നിറഞ്ഞവളാണ് എന്ന് പറഞ്ഞ് മറിയത്തെ ആരാധിക്കുന്ന പലരുമുണ്ട്. പക്ഷെ ദൈവമക്കൾ ഒരിക്കലും അത് പറയുകയില്ല. നമ്മുടെ
കർത്താവാണ് നന്മ നിറഞ്ഞവൻ. പ്രൈസ് ദ ലോർഡ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഗബ്രിയേൽ മാലാഖ ഒരിക്കലും മറിയത്തെ നന്മ നിറഞ്ഞവളെ എന്ന് വിളിച്ചിട്ടില്ല, ദൈവകൃപ ലഭിച്ചവളെ എന്നാണ് പറഞ്ഞത്. നന്മ എന്ന വാക്ക് പോലും ഗബ്രിയേൽ അവിടെ ഉപയോഗിച്ചിട്ടില്ല. അതിലേക്ക് കടക്കുന്നില്ല. ഇരമ്യ 33:11 ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെ ആക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള ഒരു ജീവിത രീതിയാണ് യഹോവയെ സ്തുതിപ്പീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നത്. വല്ലപ്പോഴുമല്ല, അത് അവരുടെ ജീവിത രീതിയാണ്. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. ഇപ്പോൾ യഹോവയുടെ ആലയം സിമിത്തേരി പോലെ ശാന്തമല്ല, മൗനമല്ല. പിന്നെയോ യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം യഹോവയുടെ ആലയത്തിലുണ്ട്. ചില ദൈവമക്കൾ കൊച്ചു സഭകളിൽ ചെറിയ കെട്ടിടത്തിൽ സ്തോത്രയാഗം മുഴക്കുമ്പോൾ, സ്തുതിയും സ്തോത്രവും ആരാധനയും അവിടെ ഉയരുമ്പോൾ അകലേക്ക് ആ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കുന്നത് എത്ര മനോഹരമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, കർത്താവ് നല്ലവനെന്ന് പറഞ്ഞ് അവിടത്തെ വാഴ്ത്തുന്നത് എത്ര നല്ലതാണ്. ആ സ്വരം എത്ര മാധുര്യമുള്ളതാണ്. സൃഷ്ടാവിനെ ദൈവമക്കൾ ആരാധിക്കുന്നതിൻ്റെ സ്വരം, സൃഷ്ടാവിനെ സ്തുതിക്കുന്ന സ്വരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മകൾ. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. മൗനം പാലിച്ച് വായ പൂട്ടി 3 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കും, അങ്ങനെ തീരുമാനിക്കുന്നവരല്ല യഹോവയുടെ ആലയത്തിലുള്ളത്. പിന്നെയോ യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും കേൾക്കും. 2 ദിനവൃത്താന്തം 20-ാം 21 പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. സംഗീതക്കാരെ നിയമിച്ചു. അവരുടെ ജോലി എന്താണ്? വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുന്നിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. 89-ാം സങ്കീർത്തനം 1 മറ്റുള്ളവർ മൗനമായി ഇരുന്നോട്ടെ, അത് കണ്ട് നമ്മൾ മൗനം പാലിക്കേണ്ട. വാ തുറന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. 89-ാം സങ്കീർത്തനം 1 യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായ കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. മറ്റുള്ളവർ എനിക്ക് സ്തുതിക്കുന്ന കാര്യത്തിൽ പ്രോത്സാഹനം തന്നില്ല എങ്കിലും, മറ്റുള്ളവർ സ്തുതിച്ചില്ല എങ്കിലും ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്?
യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. സ്വർഗത്തിൽ പോയാലും എനിക്ക് അത് തന്നെയാണ് ജോലി. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. ഭൂമിയിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായ കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായ കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ഇനി 118 സങ്കീർത്തനം 1 തൊട്ട് 4 വരെ എല്ലാവർക്കും 118 സങ്കീർത്തനം എടുത്ത് 1 തൊട്ട് 4 വരെ വായിക്കാം. എല്ലാവരും എടുക്കുക. 118 1 തൊട്ട് 4 വരെ വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. നമുക്കെല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് 118 സങ്കീർത്തനം 1 തൊട്ട് 4 വരെ വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രായേൽ പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗൃഹം പറയട്ടെ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവ ഭക്തർ പറയട്ടെ. ഇനി എല്ലാവരും 136 സങ്കീർത്തനം എടുക്കുക. എല്ലാവരും 136 സങ്കീർത്തനം നിർബന്ധമായും എടുക്കണം. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ആ സങ്കീർത്തനം വായിച്ച് 1 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ. 136 സങ്കീർത്തനം 1 തൊട്ട് 26. വളരെ സ്പീഡിലൊന്നും വായിക്കേണ്ട, സാവകാശം ഉറക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് വായിക്കാം. 136 സങ്കീർത്തനം എല്ലാവരും എടുക്കുക. എന്നിട്ട് 1 തൊട്ട് 26 വരെ. 136 സങ്കീർത്തനം 1 തൊട്ട് 26 വരെ നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ചെങ്കടലിനെ 2 വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അമോര്യരുടെ രാജാവായ സീഹോനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൻ്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും
ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 26 വാക്യം 3 തവണ നമുക്ക് വായിക്കാം. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിൻ്റെ ആ ലവിങ് കൈൻഡ്നസ് ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന ചില വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം 138:2, 138 സങ്കീർത്തനം 2 വാക്യം. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിനു മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ദയ എന്ന് പറഞ്ഞാൽ ലവിങ് കൈൻഡ്നസ്. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മോട് കർത്താവ് എത്രമാത്രം വിശ്വസ്തനായിരുന്നു ഈ നിമിഷം വരെ. അവിടുത്തെ ലവിങ് കൈൻഡ്നസ് നാം സമൃദ്ധമായി ഓരോ ദിവസവും അനുഭവിക്കുന്നു. അതനുഭവിച്ചാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. യെശയ്യാ 25:1. ദൈവം വിശ്വസ്തനാണ്, സത്യവാനാണ്, വാക്കു പറഞ്ഞാൽ മാറുകയില്ല. അതുകൊണ്ട് വിശ്വസ്തനും സത്യവാനുമായ ദൈവത്തെ നാം സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യെശയ്യാ 25:1. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളും വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കണം എന്നാണ്. സങ്കീർത്തനങ്ങൾ 18:46. സങ്കീർത്തനങ്ങൾ 18:46. ദൈവം നമ്മളെ രക്ഷിച്ചു. നമ്മുടെ രക്ഷയുടെ ദൈവത്തിന് സ്തോത്രം പറയാം. സങ്കീർത്തനം 18:46. യഹോവ ജീവിക്കുന്നു, എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. യെശയ്യാ 35:10. യെശയ്യാ 35:10. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഇനി കണ്ണുനീരില്ല, കരച്ചിലില്ല. ദൈവം തന്നെ ഒരു നാളിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കും. വലിയ ഉല്ലാസമുണ്ടായിരിക്കും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇതാണ് വിശ്വസ്തനായ ദൈവത്തെ സേവിച്ചാൽ ഒടുവിൽ ലഭിക്കുന്ന അവസ്ഥ. സത്യദൈവമല്ലാത്ത മിഥ്യാമൂർത്തികളെ ദൈവമെന്ന് കരുതി ആ ദൈവത്തിന് മഹത്വവും സ്തുതിയും കൊടുത്ത് കബളിപ്പിക്കപ്പെട്ടു പോകുന്ന, നിത്യശിക്ഷാവധിയിലേക്ക് പോകുന്ന എത്രയോ കോടി ജനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. സത്യദൈവത്തെ, വിശ്വസ്തനായ ദൈവത്തെ സേവിക്കുവാനും സ്തുതിക്കുവാനും ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന സിദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന സിദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും, ദുഃഖം നെടുവീർപ്പും സർവവും മാറിയിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും, ദുഃഖം നെടുവീർപ്പും സർവവും മാറിയിടും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. പുത്തനാമേരുശലേമിൽ എത്തും കാലമോർക്കുമ്പോൾ, ഇദ്ധരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. 61 അധ്യായം ഏശയ്യ 10 വാക്യം. ഏശയ്യ 61 അധ്യായം 10 വാക്യം. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒന്നു ചേർന്ന് ഹല്ലേലൂയ പറയാം. ഹാലേലൂയ, ഹാലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 68 69. ലൂക്കോസ് 1:68 തൊട്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വണ്ടർഫുൾ വർക്ക്സിനെ പ്രതി നാം കർത്താവിനെ സ്തുതിക്കണം. സങ്കീർത്തനങ്ങൾ 89:5. യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും, വണ്ടർഫുൾ വർക്ക്സ്. യഹോവേ, സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. 150 സങ്കീർത്തനം 2 വാക്യം. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവിൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. 150 സങ്കീർത്തനം 2 വാക്യം. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവിൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുത പ്രവൃത്തികൾ, വണ്ടർഫുൾ വർക്ക്സ് കർത്താവ് ചെയ്തിരിക്കുന്നു. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം മനുഷ്യരെയല്ല, കർത്താവിനെ സ്തുതിപ്പിൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ. സങ്കീർത്തനങ്ങൾ 42:5. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഒരു ദൈവഭക്തന് ഉള്ളിൽ വിഷാദം വരാൻ സാധ്യതയുണ്ടോ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സങ്കടം വരുവാൻ, മനക്ലേശം വരുവാൻ സാധ്യതയുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനാണ് തിരുവചനം നിർദ്ദേശിച്ചിരിക്കുന്നത്.
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുവാൻ പാടില്ല എന്നും തിരുവചനം നമ്മോട് പറയുന്നു. എന്നാൽ ഏതെങ്കിലും ചില കാരണത്താൽ നമ്മുടെ അവിശ്വാസ നിമിത്തമോ ആത്മീയ വളർച്ച നമുക്കില്ലാത്തത് കൊണ്ടോ വിഷാദിച്ച് ദുഃഖിച്ച് ഇരിക്കേണ്ടി വന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഏതെങ്കിലും ചില കാരണങ്ങളാൽ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശക്തമായ ദൈവസാന്നിധ്യം നമ്മെ വന്ന് മൂടും. കാരണം സ്തുതിക്കുന്ന വ്യക്തിയുടെ നേരെ ദൈവസാന്നിധ്യം അയക്കും. എന്തുകൊണ്ട്? ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എവിടെ ദൈവസ്തുതി ഉയരുന്നുവോ, 2-3 പേർ ഒരുമിച്ച് ഒരു ചർച്ചിൽ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുറിയിൽ ഒരുമിച്ച് ദൈവസ്തുതി ഗീതങ്ങൾ പാടുമ്പോൾ ദൈവസാന്നിധ്യം അവിടെയുണ്ട്. ഇനി വ്യക്തിപരമായി ഒറ്റയ്ക്കായിരിക്കാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവസാന്നിധ്യത്താൽ നമ്മൾ നിറയും. അപ്പോൾ ഉള്ളിൽ വിഷാദിച്ച് കഴിയുന്ന അവസ്ഥയ്ക്ക് സമ്പൂർണ്ണ മാറ്റം വരും. ഇത് മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ പറയുന്നു, 42-ാം സങ്കീർത്തനം 5-ാം വാക്യം. അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് തന്നെ പ്രസംഗിക്കുകയാണ്. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നമ്മുടെ ഹൃദയത്തെ വിഷാദം കീഴടക്കിയാൽ പിന്നെ സ്തുതിക്കുവാനും സ്തോത്രം പറയുവാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ വിഷാദം നമ്മെ കീഴടക്കുന്നതിന് മുമ്പ് തന്നെ വിഷാദത്തിൻ്റെ ആദ്യത്തെ കണിക നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സ്തുതിക്കാൻ ആരംഭിക്കണം. പിന്നെ വിഷാദത്തിന് അങ്ങോട്ട് പ്രവേശിക്കുവാൻ സാധ്യമല്ല. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുമ്പോൾ മഞ്ഞിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. ദൈവത്തെ സ്തുതിക്കുമ്പോൾ വിഷാദമാകുന്ന മഞ്ഞിന് നമ്മെ വലയം ചെയ്യുവാൻ സാധ്യമല്ല. ഏശയ്യാ 12:1. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവക്രോധം നമ്മുടെ നേരെ നിന്ന് വിട്ടുമാറി. കാൽവരിയിൽ സ്വന്തം പുത്രൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നു. അവിടുത്തെ രക്തം നമ്മുടെ പാപത്തിന് പരിഹാരമായി മാറി. ദൈവകോപം നമ്മുടെ മേൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറി. അതുകൊണ്ട് ഒരിക്കൽ ദൈവക്രോധത്തിൻ്റെ മക്കളായിരുന്നവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മക്കളായി. യഹോവേ, നീ എന്നോട് കോപിച്ചു, നിന്റെ കോപം മാറി, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവക്രോധത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെല്ലാം നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കണം. പാപത്തിൻ്റെ ഘോര ശമ്പളമായ നിത്യശിക്ഷാവധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും നന്ദിയോടെ കർത്താവിന് സ്തോത്രവും സ്തുതിയും കരേറ്റണം. സങ്കീർത്തനങ്ങൾ 101. ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. 101-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന കർത്താവിന് സ്തോത്രം ചെയ്യണം. സങ്കീർത്തനങ്ങൾ 16:7. സങ്കീർത്തനങ്ങൾ 16:7. സങ്കീർത്തനങ്ങൾ 16:7. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16:7. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. കർത്താവ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. കർത്താവിൻ്റെ ആലോചന കർത്താവ് എത്രയോ തവണ നമ്മെ കേൾപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ വചനത്തിലൂടെ അവിടുത്തെ വിശ്വസ്ത ഭൃത്യന്മാർ തിരുവചനം പറയുമ്പോൾ വിവിധ മാധ്യമങ്ങൾ വഴി കർത്താവിൻ്റെ ആലോചന സമൃദ്ധമായി കർത്താവ് നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം.
ജെറമിയ 32:19 നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനും. 1 രാജാക്കന്മാർ 8:56. കർത്താവ് നമുക്ക് സ്വസ്ഥത തന്നു, അതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തണം. കർത്താവ് തൻ്റെ വചനത്തിൽ ഒന്നുപോലും, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാഴാകുകയില്ല. എല്ലാം അവിടുന്ന് നിറവേറ്റും. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. 1 രാജാക്കന്മാർ 8:56 താൻ വാഗ്ദാനം ചെയ്തതുപോലെ ഒക്കെയും തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തൻ്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവൻ്റെ നല്ല വാഗ്ദാനങ്ങളെല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. ചില മതഗ്രന്ഥങ്ങളിൽ എത്രമാത്രം വ്യാജമാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ തിരുവചനമായ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും സത്യമാണ്. കാരണം സത്യവാനായ ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. നാം ആരാധിക്കുന്ന യേശു ക്രിസ്തുവും സത്യവാനാണ്. നാം എത്രയോ ഭാഗ്യശാലികളാണ്. അന്ധകാര ശക്തികളെയാണ് പലരും ദൈവമെന്ന് കരുതി ഇന്ന് പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യദൈവത്തെ തിരിച്ചറിയുവാൻ കർത്താവ് നമ്മുടെ കൺകൾ തുറന്നു തന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. 1 രാജാക്കന്മാർ 8:56 താൻ വാഗ്ദാനം ചെയ്തതുപോലെ ഒക്കെയും തൻ്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തൻ്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത അവൻ്റെ നല്ല വാഗ്ദാനങ്ങളെല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. നാം ഇന്ന് രാവിലെയും കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചു. എന്തുകൊണ്ട്? ഒരുപാട് കാരണങ്ങളുണ്ട്. 103 സങ്കീർത്തനം 1 തൊട്ട് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. നിന്നകൃത്യം പരനൊക്കെയും പോക്കി, നിന്നകൃത്യം പരനൊക്കെയും പോക്കി, തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി, തിണ്ണമായി രോഗങ്ങൾ നീക്കി നന്നാക്കി. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. മക്കളിൽ കാരുണ്യം താതനെന്നോണം, മക്കളിൽ കാരുണ്യം താതനെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവൻ നൂനം, ഭക്തരിൽ വാത്സല്യവാനവൻ നൂനം. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ. നിത്യരാജാവിവനോർക്കുകിൽ സർവ, നിത്യ രാജാവിവൻ ഓർക്കുകിൽ സർവ സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ, സൃഷ്ടികളും സ്തുതിക്കുന്ന യഹോവ. വാഴ്ത്തുക നീ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു,
നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അപ്പസ്തോലനായ പൗലോസ് പറയുന്നുണ്ട്, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ അങ്ങേക്ക് സ്തോത്രം. ഹോശയ 14:2. ഹോശയ 14:2. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. അക്ഷരാർത്ഥത്തിലുള്ള കാളകളെയല്ല, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ കാളകളെ യാഗം അർപ്പിച്ചിരുന്നു. നമ്മൾ അധരം കൊണ്ട് സ്തോത്രം പറഞ്ഞാൽ അത് ഒരു യാഗത്തിന് തുല്യമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനവും നമ്മോട് പറയുന്നു, അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുവിൻ. അതുകൊണ്ട് നമ്മൾ പറയുന്ന സ്തോത്രത്തിന് ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പിതാവേ അങ്ങേക്ക് ആരാധന എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ഒരു കാളയെ ബലിയർപ്പിക്കുവാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, എത്രയോ സമയച്ചെലവുണ്ട്, പണത്തിൻ്റെയും ആവശ്യമുണ്ട്. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. അധരഫലമെന്ന സ്തോത്രയാഗം വായ കൊണ്ട് ഒന്ന് സ്തോത്രം പറഞ്ഞാൽ മതി. ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇനി സങ്കീർത്തനം 71:6-8 കോൺസ്റ്റൻറ്റ് പ്രിസർവേഷൻ. ദൈവത്തിൻ്റെ സംരക്ഷണവും താങ്ങലും കരുതലും ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും നമ്മെ വിട്ട് മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. 71 സങ്കീർത്തനം 6 ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. ഇതൊക്കെ ദൈവത്തിനറിയാം. എങ്കിലും നാം ദൈവത്തോട് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. 9 മാസത്തോളം അമ്മയുടെ ഉദരത്തിൽ നാം കിടന്നപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ഓർമ്മയില്ല. നാം ഏതൊക്കെ അവസ്ഥയിലൂടെ അന്ന് കടന്നുപോയി. പക്ഷേ അപ്പോഴും കർത്താവ് നമ്മളെ പ്രിസേർവ് ചെയ്തുകൊണ്ടിരുന്നു, താങ്ങിക്കൊണ്ടിരുന്നു, കരുതിക്കൊണ്ടിരുന്നു. അത് പറഞ്ഞ് കർത്താവിനെ വാഴ്ത്തുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് നമുക്കും ബാധകമല്ലേ? നാം ഇന്ന് ജീവനോടിരിക്കുന്നത് എത്രയോ അത്ഭുതമാണ്. അത് മറ്റുള്ളവർക്കും അറിയാം. ഞാൻ പലർക്കും ഒരത്ഭുതം ആയിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? 8 വാക്യം, എൻ്റെ വായ് നിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വായ നിറയെ ദൈവത്തിൻ്റെ സ്തുതി. ചില ദൈവമക്കളുണ്ട്, എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കും. അവരുടെ അധരം പണി ചെയ്യുമ്പോഴും പതുക്കെ പതുക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ചർച്ചിൽ അവർക്ക് ഉറക്കെ സ്തോത്രം പറയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളിലും അവരുടെ വായയിൽ സ്തുതി നിറഞ്ഞിരിക്കുന്നു. ഹൃദയം നിറയെ സ്തുതിയായിരിക്കുമ്പോൾ വായയിലും സ്തുതി ഉണ്ടായിരിക്കും. സങ്കീർത്തനം 71:6-8 ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരത്ഭുതം ആയിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ നിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിൻ്റെ പ്രശംസ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെക്കുറിച്ചുള്ള ദൂഷണമല്ല, മറ്റുള്ളവരെ കുത്തിമുറിവേൽപ്പിക്കുന്ന വാക്കുകളല്ല. അങ്ങനെയുള്ള വാക്കുകളാൽ വായ നിറച്ചു വെച്ച ധാരാളം വ്യക്തികളുണ്ട്. എന്നാൽ ദൈവമക്കളുടെ വായ നിറയെ സ്തുതി. കർത്താവിനെ സ്തുതിക്കുന്ന
ഗീതങ്ങൾ അവരുടെ വായിൽ നിറഞ്ഞിരിക്കുന്നു. ദൈവം നമുക്ക് തന്ന മഹാ ഡെലിവറൻസ്, വിടുതലോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം. പാപത്തിൻ്റെ ഘോരശമ്പളമായ നിത്യനരകശിക്ഷാവധിയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് കർത്താവ് നമ്മുടെ ആത്മാക്കളെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സങ്കീർത്തനം 40:1 തൊട്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഇത് തൻ്റെ അനുഭവമാണ്. നാശകരമായ കുഴിയിൽ നിന്ന് സങ്കീർത്തകനെ, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം കയറ്റി. ഇനി ആരെങ്കിലും പറയുകയാണ് നീ ദൈവത്തെ സ്തുതിക്കാതെ വായ പൂട്ടിയിരിക്കണം, അവന് സാധ്യമല്ല. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. ആദ്യം കിടന്നിരുന്നത് ചെളിയിലാണ്, ചേറ്റിലാണ്. ഇപ്പോഴോ പാറപ്പുറത്താണ് നിർത്തിയിരിക്കുന്നത്. പണ്ട് കുഴഞ്ഞ ചേറ്റിൽ നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഇപ്പോഴോ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അതുകൊണ്ട് ആരൊക്കെ തടുത്താലും എൻ്റെ വായിൽ ദൈവത്തിൻ്റെ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ടു തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. വ്യക്തിപരമായി ദൈവത്തിൻ്റെ സ്നേഹവും വീണ്ടെടുപ്പും അനുഭവിച്ചറിഞ്ഞൊരു ദൈവ പൈതലിനോട് നീ ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം എന്ന് പറയുവാൻ പുറമേ നിന്ന് ഒരു സമ്മർദ്ദമൊന്നും വേണ്ട. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 124 സങ്കീർത്തനം 6 വാക്യം. 124 സങ്കീർത്തനം 6 വാക്യം. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നോ നമ്മളൊക്കെ നശിച്ചു പോകേണ്ടതായിരുന്നു, 1000 വട്ടം ചത്തുപോകേണ്ടതായിരുന്നു. പക്ഷേ നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 28:7. ദൈവം തന്ന പ്രൊട്ടക്ഷനെ, സംരക്ഷണത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. 28 സങ്കീർത്തനം 7 വാക്യം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, അത്ഭുതകരമായ സംരക്ഷണം, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ വിധം, ഇതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. എൻ്റെ ഹൃദയം ഉല്ലസിച്ചാൽ പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കും. കാരണം നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ സ്തോത്രഗീതം പാടട്ടെ. 28 സങ്കീർത്തനം 7 വാക്യം. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. എൻ്റെ ഹൃദയം യഹോവയെങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. അവരിൽ ആശ്രയിച്ചാൽ നിരാശപ്പെടും. എന്നാൽ എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട്
പാട്ടോടെ സ്തുതിക്കുകയാണ്. മനുഷ്യനിൽ പ്രത്യാശ അർപ്പിച്ചിട്ട് അവരാൽ വഞ്ചിക്കപ്പെട്ട് ജീവിതകാലം മുഴുവൻ നിരാശയാൽ കഴിയുന്ന ജനങ്ങൾ എത്രയോ പേരാണ്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ചവർക്ക് നിരാശയല്ല. എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. 59 സങ്കീർത്തനം 17 വാക്യം. 59 സങ്കീർത്തനം 17 വാക്യം. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവും അല്ലോ. ദൈവം എൻ്റെ ഗോപുരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവമാണ് എൻ്റെ പ്രൊട്ടക്ഷൻ, എൻ്റെ സങ്കേതം. ആ ഗോപുരത്തിനകത്ത് ഞാൻ സുരക്ഷിതനാണ്. യഹോവ എൻ്റെ ബലമായുള്ളവേ. ഈ സങ്കീർത്തനക്കാരൻ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യന് എന്ത് ബലമുണ്ട്? പക്ഷേ ആ സങ്കീർത്തനക്കാരൻ ആശ്രയിക്കുന്ന കർത്താവ് ബലവാനാണ്, വല്ലഭനാണ്. അതുകൊണ്ട് ഭക്തൻ സ്തുതിക്കുന്നു ഇപ്രകാരം: എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവും അല്ലോ. സങ്കീർത്തനം 28:6. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേട്ടതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം, കർത്താവിനെ വാഴ്ത്തണം. 28 സങ്കീർത്തനം 6 വാക്യം. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളുടെ ശബ്ദം, യാചനകളുടെ ശബ്ദം കർത്താവ് കേട്ടതുകൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യാചനകളുടെ ശബ്ദം കേൾക്കുക മാത്രമല്ല, അതിന് ഉത്തരവും തരുന്നു. അതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തണം. 118 സങ്കീർത്തനം 21 വാക്യം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ ഉടനെ സ്തോത്രം. 118 സങ്കീർത്തനം 21 വാക്യം. നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. യാചനയ്ക്ക് ഉത്തരം കിട്ടി. തെളിവെന്താണ്? ഇതാ ഭക്തൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ രക്ഷയായി തീർന്നിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അത് തടുക്കുവാൻ ആർക്കും പറ്റില്ല. 1 പത്രോസ് 1:3-4. ഇതുവരെ നമ്മൾ പഴയ നിയമത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന വിധങ്ങളാണ് വായിച്ചത്. ഇനി പുതിയ നിയമത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന വിധം. പത്രോസ് എഴുതിയ 1 ലേഖനം 1 അധ്യായം 3 തൊട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലെ സ്തുതി ഇപ്രകാരമാണ്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനൊക്കെ വേണ്ടിയാണ് പുതിയ നിയമവിശ്വാസി യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ സ്തുതിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു തൻ്റെ കരുണാധിക്യപ്രകാരം നമുക്ക് ജീവനുള്ള പ്രത്യാശ നൽകി. എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും എന്ന് ക്രിസ്തു പറഞ്ഞു. നമ്മുടെ ശരീരം മരിച്ചു ദ്രവിച്ചു പോയാലും നാം എന്നേക്കും സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ വസിക്കാനുള്ളവരാണ്. അതാണ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ദ ഹോപ്പ് ഓഫ് ഗ്ലോറി നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് നമ്മുടെ രക്ഷയുടെ പൂർണ്ണത വെളിപ്പെടുന്നത്. ക്രിസ്തു വരും, നമ്മുടെ മൺമയമായ ശരീരം തേജസ്കരിക്കപ്പെടും, പിന്നെ നമ്മൾ എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കും. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവശക്തിയിലാണ്. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ച ദൈവമക്കൾ
എന്തിനെല്ലാം വേണ്ടിയാണ് സ്തോത്രം പറയുന്നത്? ഒന്നാമത് അവർ വീണ്ടും ജനിച്ചു. അത് തന്നെ എന്നേക്കും സ്തോത്രം പറയുവാൻ, എന്നും സ്തോത്രം പറയുവാൻ ഒരു കാരണമാണ്. വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണ്? സ്വർഗത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം, ഒളിമങ്ങാത്തതായ നിത്യമായ ധനമുണ്ട്. അത് നമ്മുടെ അവകാശമാണ്. അതിനായി ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. ദൈവം നമ്മളെ വീണ്ടെടുത്തു. ഇങ്ങനെ നിരവധി കാരണങ്ങളാൽ യേശുക്രിസ്തു മുഖാന്തരം ഒരു പുതിയ നിയമവിശ്വാസി പിതാവായ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. മാത്രമല്ല, അന്നന്ന് ജീവിക്കുവാൻ വേണ്ട സകല കാര്യങ്ങളും കർത്താവ് നമുക്ക് തരുന്നു. ഭൗതികമായ കാര്യങ്ങളും ഭക്ഷണം തരുന്നു, പാർപ്പിടം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം. 103 സങ്കീർത്തനം 2 വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒന്ന് ഡയറിയിൽ എഴുതി വച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളുടെ പട്ടിക എത്രയോ വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എഫേസ്യ ലേഖനം 1:3, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയണം. എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്സിനെയും പ്രതി കർത്താവിനെ സ്തുതിക്കണം. പുതിയ നിയമത്തിൽ പിതാവായ ദൈവത്തിനാണ് പരമമായ ആരാധന. യേശുക്രിസ്തുവിനെയും ആരാധിക്കണം. യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ സ്തുതിക്കുക. ഇന്നലെ പറഞ്ഞതാണ്, നമ്മുടെ പല പാട്ടുകളും, നമ്മുടെ പല സ്തോത്രഗീതങ്ങളും ആരാധനാഗീതങ്ങളും പിതാവായ ദൈവത്തെ മിക്കവാറും ഒഴിവാക്കി യേശുക്രിസ്തുവിന് മാത്രം ആരാധന അർപ്പിക്കുന്ന പാട്ടുകളും ആരാധനാഗീതങ്ങളും ഒക്കെയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം സ്തോത്രം ചെയ്യുക എന്നുള്ള കാര്യമാണ് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണ്, കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാണ്, പിതാവായ ദൈവവും ആരാധനയ്ക്ക് യോഗ്യനാണ്. വെളിപ്പാടിൽ നമ്മളത് കാണുന്നു. കുഞ്ഞാടിനും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആരാധന സ്വർഗീയ ജീവികൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ പിതാവായ ദൈവത്തെ ആരാധനയിൽ നിന്ന് മിക്കവാറും ഒഴിവാക്കി യേശുക്രിസ്തുവിന് മാത്രം ആരാധന കൊടുക്കുന്നത് തിരുവചനത്തിൻ്റെ ഓർഡറിനെ നിരക്കുന്നതല്ല. 104 സങ്കീർത്തനം 1 വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുകയാണ് ഇവിടെ. എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. യു ആർ ഗ്രേറ്റ്. ദൈവത്തേക്കാൾ വലിയവൻ ആരുമില്ല. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. 104 സങ്കീർത്തനം 14 വാക്യം, അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ വാഴ്ത്തണം. എല്ലാ ടെമ്പറൽ ബ്ലെസ്സിങ്സിനുമായി, ഭൗതിക അനുഗ്രഹത്തിനുമായി നാം കഴിക്കുന്ന ആഹാരം, അരി, മീൻ, സകലവും ദൈവമാണ് സൃഷ്ടിച്ചത്. മൃഗങ്ങൾക്ക് സസ്യം, മനുഷ്യൻ്റെ ഉപയോഗത്തിനായിട്ടും സസ്യം ഉപകരിക്കുന്നു. ഇതൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? സൃഷ്ടാവായ കർത്താവാണ്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എല്ലാ ടെമ്പറൽ ബ്ലെസ്സിങ്സിനുമായി. അവൻ മൃഗങ്ങൾക്ക് പുല്ലും അവൻ്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മൾ വാസ്തവത്തിൽ നന്ദി പറയാറുണ്ടോ? ഒരുപക്ഷെ നമുക്ക് ഭക്ഷണം ഓരോ ദിവസവും സമൃദ്ധിയായി കിട്ടുന്നത് കൊണ്ട് നന്ദി പറയാറുണ്ടോ? സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് നന്ദിയോടെ സ്തുതിക്കണം. 68 സങ്കീർത്തനം 19 വാക്യം, അനുഗ്രഹം സ്ഥിരമായി തുടർച്ചയായി നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്ക് വെച്ച് ബ്ലോക്കാകുന്നില്ല. സങ്കീർത്തനം 68:19,
നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി നാം തന്നെ നമ്മുടെ ജീവിതഭാരം ചുമക്കേണ്ട കാര്യമില്ല, അത് കർത്താവ് ചുമന്നുകൊള്ളും. ആകുലതയില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. പത്രോസ്ലീഹ അതുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ സകല ഉത്കണ്ഠകളും അവിടുത്തെ മേലർപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താണിരിക്കുവിൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. എത്ര സ്വസ്ഥമായി നമുക്ക് ജീവിക്കാം നമ്മുടെ ഭാരങ്ങളൊക്കെ ചുമക്കുവാൻ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ ഭാരപ്പെട്ട് ഞരങ്ങേണ്ട കാര്യമില്ല. ഡെയിലി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ചുമക്കുന്നത് കൊണ്ട് കർത്താവിന് മഹത്വം. ഹാലേലൂയ. ഭാരം നാം ചുമക്കാൻ തിരുവചനം നമ്മോട് പറയുന്നില്ല. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. 68-ാം സങ്കീർത്തനം 19-ാം വാക്യം എല്ലാവർക്കും ഒരു 3 വട്ടം ബൈബിൾ തുറന്ന് വായിച്ച് നമുക്ക് ഇന്നത്തെ വചനപ്രബോധനം അവസാനിപ്പിക്കാം. 68-ാം സങ്കീർത്തനം 19-ാം വാക്യം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മെ സൃഷ്ടിച്ചു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. നാം സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കുന്നു. ഫിലിപ്പിയ 3:20. സ്വർഗത്തിൽ നിരന്തരം സ്തുതികളും ആരാധനയുമാണ്. ഈ ഭൂമിയിൽ ദൈവമക്കൾ ഇപ്പോൾ ജീവിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ കർത്താവിനെ ദിനവും ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം അവിടത്തേക്ക് സ്തുതിയും മഹത്വവും ബഹുമാനവും അർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. ചില വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 103:20. സങ്കീർത്തനം 103:19 തൊട്ട്. യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. കോടാനുകോടി മാലാഖമാർ അവരോട് പറയുന്നു, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഇന്ന് നമ്മൾ ഭൂമിയിൽ കർത്താവിനെ വാഴ്ത്തുമ്പോൾ സ്വർഗത്തിൽ കോടാനുകോടി മാലാഖമാർ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവൻ്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. മാലാഖമാരുടെ പ്രത്യേകത എന്താണ്? അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവിടുത്തെ വചനം അനുസരിക്കുന്നവരാണ്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരാണ്. അങ്ങനെയുള്ള സ്വർഗീയ സൈന്യങ്ങളോട് പറയുന്നു, ദൈവത്തെ വാഴ്ത്തുവിൻ. നമ്മളാരാണ്? നമ്മളും അതുപോലെ തന്നെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരും അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരും ആയിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാത്ത ശുശ്രൂഷക്കാർ ദൈവത്തെ വാഴ്ത്തുവാനല്ല പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരേ യഹോവയെ വാഴ്ത്തുവിൻ.
യഹോവയെ വാഴ്ത്തുന്നവർ യഹോവയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായിരിക്കണം, ദൈവഹിതം ചെയ്യുന്നവരായിരിക്കണം. 30-ാം സങ്കീർത്തനം 4-ാം വാക്യം, കർത്താവിൻ്റെ വിശുദ്ധന്മാരായ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കടമയുണ്ട്, അപ്രകാരം ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെയും ഔദാര്യമല്ല സ്തുതിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ആ ശുശ്രൂഷകൻ നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ സ്തുതിച്ചത്. നോ, അങ്ങനെയല്ല. യഹോവയുടെ വിശുദ്ധന്മാർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കൽപ്പന കർത്താവ് കൊടുത്തിട്ടുണ്ട്. 30-ാം സങ്കീർത്തനം 4-ാം വാക്യം, യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരാണോ? അങ്ങനെയാണെങ്കിൽ യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ. പ്രസ്ഥാനങ്ങൾക്കായി സ്തുതി പാടേണ്ട കാര്യമില്ല, ഏതെങ്കിലും നേതാവിന് സ്തുതിക്കേണ്ട. എന്നാൽ യഹോവയുടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവീൻ, അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. 149-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവീൻ. 5-ാം വാക്യം, ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുമ്പോഴുണ്ടാകുന്ന ഘോഷസ്വരമാണ് ഇത്. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ, അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. ഇനി വിജാതികൾ ദൈവത്തെ സ്തുതിക്കണമോ? 117-ാം സങ്കീർത്തനം 1-ാം വാക്യം, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. ഇന്ന് സകല ജാതികളോടും യഹോവയെ സ്തുതിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ജാതികളും അനുസരിക്കുമോ? എന്നാൽ ഒരു നാളിൽ അനുസരിച്ചേ പറ്റൂ, കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു മാത്രം ഏക കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. കാരണം സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ സത്യദൈവത്തെയാണ് വാസ്തവത്തിൽ സകല മനുഷ്യരും ആരാധിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്. ഇന്ന് അങ്ങനെ കാണുന്നില്ല. എന്നാൽ ഒരു നാളിൽ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു നാളിൽ ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരും ജീവനുള്ള ദൈവത്തെ സ്തുതിക്കും. സ്വർഗത്തിലേക്ക് പോകണമെങ്കിലും നരകത്തിലേക്ക് പോകണമെങ്കിലും അതിന് തൊട്ട് മുമ്പ് ജീവനുള്ള കർത്താവിനെ കർത്താവാണെന്ന് മഹത്വപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാൻ സാധിക്കൂ. റോമാലേഖനം 15:10 തൊട്ട്, അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പീൻ എന്നു പറയുന്നു. ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിക്കുവിൻ എന്നും പറയുന്നു. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ. യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കർത്താവ് സമ്പന്നനാണ്. ഒരുവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ ഏത് ജാതിയിലോ വംശത്തിലോ കുലത്തിലോ പെട്ടവനോ ആകട്ടെ, അവൻ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ മകനായി മാറുന്നു, ദൈവത്തിൻ്റെ അവകാശിയായി മാറുന്നു. ഏത് ജാതിയിൽപ്പെട്ടവനായാലും ക്രിസ്തു വഴി ദൈവത്തിൻ്റെ സ്വന്തം മകനാകുവാൻ കഴിയും. അങ്ങനെ എല്ലാ ഗോത്രങ്ങൾക്കും ഭാഷക്കാർക്കും വംശക്കാർക്കും ജീവനുള്ള ദൈവത്തെ ക്രിസ്തു മുഖാന്തരം സ്തുതിക്കുവാൻ വാഴ്ത്തുവാൻ കഴിയുന്നു.
അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും. ജാതികളെ, അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പിൻ. നമ്മളിപ്പോൾ അതാണ് ചെയ്യുന്നത്. യഹൂദന്മാരല്ലാത്ത നമ്മൾ ജാതികളായിരുന്നു. ഇപ്പോഴിതാ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറി. ജാതികളെ, അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിക്കുവീൻ. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പീൻ. സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. നിൻ തിരുമേനിയറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. നിൻ തിരുമേനിയറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ടു. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ടു. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. കുട്ടികളായാലും അവരും കർത്താവിനെ സ്തുതിക്കണം. സങ്കീർത്തനങ്ങൾ 8:2. നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ചെറിയ ശിശു പോലും ദൈവത്തെ സ്തുതിക്കണം. മുല കുടിക്കുന്ന കുട്ടിയാകട്ടെ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി 21:16. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 14 കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ സൗഖ്യമാക്കി. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രനെ ഹോശന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം.